ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. 2025-26 വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് സസ്റ്റൈനബിൾ മൊബിലിറ്റിയെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് മുഖ്യ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഓട്ടോ സെക്ടർ സ്റ്റോക്കുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓട്ടോമൊബൈൽ വ്യവസായം, GST സിംപ്ലിഫിക്കേഷൻ, പോളിസി റീഓർഗനൈസേഷൻസ്, ഹൈബ്രിഡ് വെഹിക്കിളുകൾക്കായിട്ടുള്ള GST കുറവ് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓട്ടോമൊബൈൽ സെക്ടർ. നിലവിലെ 28% ടാക്സ് ഉയർന്നതിനാൽ ഇത് കുറഞ്ഞാൽ ഹൈബ്രിഡ് വെഹിക്കിൾ സ്വീകരണത്തിന് സ്റ്റിമുലേഷൻ നൽകുകയും ഇലക്ട്രിക് വെഹിക്കിളിലേക്കുള്ള മാറിപ്പോകലിന് മെച്ചപ്പെട്ട പാത സൃഷ്ടിക്കുകയും ചെയ്യും. ഈ പരിഷ്കാരങ്ങൾ ഓട്ടോ സെക്ടറിലെ ഗ്രോത്തും സസ്റ്റൈനബിലിറ്റിയും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഘടകമാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അടുത്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓട്ടോ സെക്ടറുകളിലെ സ്റ്റോക്കുകളും അവയുടെ വിശദാംശങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യമായി ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ലോകത്തെ 18ാമത്തെ വലിയ വാഹന നിർമ്മാതാവും ട്രക്ക് നിർമ്മാണത്തിലും ബസ് നിർമ്മാണത്തിലും മുൻനിരക്കാരുമാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിന് കീഴിൽ ഇന്ത്യയിൽ ജംഷഡ്പൂർ, സാനന്ദ്, പട്നാനഗർ, ധാർവാഡ്, പൂനെ എന്നീ നഗരങ്ങളിലും ദക്ഷിണ കൊറിയ, യുണൈറ്റഡ് കിങ്ഡം, അർജന്റീന എന്നീ രാജ്യങ്ങളിലും ഫാക്ടറീസ് പ്രവർത്തിക്കുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്: 1 month 7.6%, 1 year -4.9%, 2 years 93.2%. ഷെയർ ഹോൾഡിംഗ്: പ്രൊമോട്ടർ 42.58%, FII 18.66%, DII 16.85%, പബ്ലിക് 21.9%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 31,106, ഏർണിംഗ് പെർ ഷെയർ 81.95, ROE 36.97. ടാറ്റ മോട്ടോഴ്സ് വർഷങ്ങളായി ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. 2020 മാർച്ചിൽ 65 രൂപയിൽ നിന്ന് 2025 ഏകദേശം 764.95 രൂപ ആയ ഉയർച്ച നേടിയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 325% റിട്ടേൺ നൽകുകയും സ്റ്റോക്ക് അതിന്റെ 52 വീക്ക് ലോവിന് മുകളിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അനലിസ്റ്റുകൾ ടാർഗറ്റ് വില 950 കണക്കാക്കുന്നു. ഇത് 22% ഹൈക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ശക്തമായ ഡിമാൻഡ്, ജാഗ്വാർ, ലാൻഡ് റോവർ വിൽപ്പനയിലെ കുതിച്ചുചാട്ടം, ലോങ് ടേം ഗ്രോത്ത് നിലനിർത്തുന്നതിനുള്ള സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് എന്നിവയാണ് കമ്പനിയുടെ സ്ട്രോങ് പെർഫോമൻസിന് കാരണമായത്. 2024 സാമ്പത്തിക വർഷത്തിലെ Q2 ഫലങ്ങളിൽ നെറ്റ് പ്രോഫിറ്റ് 1,01,450 കോടി രൂപയായി രേഖപ്പെടുത്തി. അറ്റാദായം 3,450 കോടി. എബിറ്റ 11.4% മാർജിനോടെ 11,600 കോടിയായി. മിതമായ വിലവർധനകൾ നടപ്പാക്കുന്നതിനിടയിൽ സർക്കാർ പിന്തുണയോടെയും പുതിയ ലോഞ്ചുകളിലൂടെയും കമ്പനി EV പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുന്നത് തുടരുന്നു. സ്ട്രാറ്റജിക് അറ്റൻഷൻ, JLR വിൽപ്പനയിലെ സ്ഥിരമായ വീണ്ടെടുക്കൽ, സ്ട്രോങ് ഇന്റേണൽ പ്രസൻസ് എന്നിവയാൽ ടാറ്റ മോട്ടോഴ്സ് സുസ്ഥിരമായ വളർച്ചയുടെ പാതയിലാണ്. അനുകൂലമായി EV വീക്ഷണവും വിപുലീകരിക്കുന്ന ലക്ഷറി ഓഫറുകളും ചേർന്ന് കമ്പനിയുടെ ദീർഘകാല അടിസ്ഥാന സൗകര്യങ്ങൾ നിക്ഷേപകർക്ക് ആകർഷകമായ തെരഞ്ഞെടുപ്പായി മാറുന്നു. ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ്, 50 മൂവിംഗ് ആവറേജ്, 100 മൂവിംഗ് ആവറേജ്, 200 മൂവിംഗ് ആവറേജ്, ഇതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ ചാർട്ടാണ് അടുത്തത്. അടുത്തായി മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ പബ്ലിക് സെക്ടറിലുള്ള ഒരു വാഹന നിർമ്മാണ സ്ഥാപനമാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഉടമസ്ഥയിൽ ആരംഭിച്ച കമ്പനിയുടെ സർക്കാർ ഓഹരികൾ 2007 വിറ്റഴിച്ചതോടെയാണ് കമ്പനി മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണ ഏഷ്യയിലെ ഏറ്റവും വലിയ വെഹിക്കിൾ മാനുഫാക്ചറേഴ്സ് ആണ് മാരുതി. ഈ സ്ഥാപനത്തിന്റെ ഭൂരിപക്ഷം മൂലധന പങ്കും ഇപ്പോൾ ജപ്പാനിലെ സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷന്റെ കീഴിലാണ്. വൻതോതിൽ കാറുകൾ നിർമ്മിക്കുകയും 10 ലക്ഷത്തിലേറെ കാറുകൾ വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. ടെക്നിക്കൽ പെർഫോമൻസ്: 1 month 9%, 1 year 19.8%, 2 years 41.6%. ഷെയർ ഹോൾഡിംഗ്: പ്രൊമോട്ടർ 58.28%, FII 15.47%, DII 22.96%, പബ്ലിക് 3.28%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ്
13,234, ഏണിംഗ് പെർ ഷെയർ 429, ROE 15.75. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വാഹന നിർമ്മാതാവായ മാരുതി സുസുക്കി ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ മുൻനിര EV നിർമ്മാതാക്കളാകാൻ ലക്ഷ്യമിടുന്നു. ഹുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് പോലുള്ള മോഡലുകളുമായി മത്സരിച്ച് ആദ്യ ഇലക്ട്രിക് വാഹനമായ വിറ്റാര കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ 100 നഗരങ്ങളിൽ അതിവേഗ ചാർജിംഗ് സപ്പോർട്ട് സ്ഥാപിക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിലെ അറ്റാദായത്തിൽ 17.4% ഇടിവ് രേഖപ്പെടുത്തി 3,069.2 കോടി രൂപയായി. അതിനിടയിൽ മാരുതിയുടെ ഓപ്പറേറ്റിംഗ് ഇൻകം 0.4% വർദ്ധിച്ച് 37,202.8 കോടി രൂപയായി. എബിറ്റിഡ മാർജിൻ സമ്മർദ്ദം മൂലം 7.7% വാർഷിക ഇടിവ് പ്രതിഫലിപ്പിച്ച് 4,416.6 കോടി രൂപയായി. പ്രതിവർഷം 20,000 കാറുകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് 20 ലക്ഷം കാറുകളിലേക്കുള്ള മാരുതിയുടെ യാത്ര അതിന്റെ ശ്രദ്ധേയമായ വളർച്ചാപാതയെ പ്രതിഫലിപ്പിക്കുന്നു. 4 പതിറ്റാണ്ടുകളായി ഇന്ത്യയിലും മറ്റ് 100 രാജ്യങ്ങളുമായി 27 ദശലക്ഷം ഉപഭോക്താക്കൾക്ക് സേവനം നൽകാനും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ EV ഡിമാൻഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്കും സുസ്ഥിര ഗതാഗത പരിഹാരങ്ങളിലേക്കും മാരുതി സുസുക്കിയുടെ സ്ട്രാറ്റജിക് ചേഞ്ച് ഭാവിയിലെ വളർച്ചയിലേക്കുള്ള കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നു. ഇന്നോവേഷൻ, സ്ട്രോങ് മാർക്കറ്റ് ലീഡർഷിപ്പ്, സസ്റ്റൈൻഡ് പ്രൊഡക്ഷൻ സ്കെയിലബിലിറ്റി എന്നിവ ശക്തിപ്പെടുത്തിക്കൊണ്ട് കമ്പനി അതിന്റെ ദീർഘകാല വീക്ഷണത്തിൽ തുടരുന്നുണ്ട്. ഇനി ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ്, 50 മൂവിംഗ് ആവറേജ്, 100 മൂവിംഗ് ആവറേജ്, 200 മൂവിംഗ് ആവറേജ്, ഇതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ ചാർട്ടാണ് അടുത്തത്. ഇനി ഒഴിവാക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹീറോ മോട്ടോകോർപ്പ്. നിരവധി ഘടകങ്ങൾ കാരണം ഹീറോ മോട്ടോകോർപ്പിന്റെ ഓഹരി വില കുറഞ്ഞു വരികയാണ്. ദുർബലമായ വിൽപ്പന. ഡിസംബറിലെ 17.5% വാർഷിക ഇടിവ് ഉൾപ്പെടെ കമ്പനിയുടെ വാഹന വിൽപ്പന കുറയുകയാണ്. മാർക്കറ്റ് ഷെയർ ലോസ്. ഹീറോ മോട്ടോകോർപ്പിന്റെ വിപണി വിഹിതം കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ഹോണ്ടയും ബജാജും ഉൾപ്പെടെയുള്ള മറ്റു ബ്രാൻഡുകളിൽ നിന്നുള്ള വലിയ മത്സരത്തെ കമ്പനി അഭിമുഖീകരിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സ്കൂട്ടറിലേക്കും മാറുന്നതോടെയും ഹീറോയുടെ പരമ്പരാഗത ഉപഭോക്താക്കളുടെ അടിത്തറയാണ് ഇല്ലാതാകുന്നത്. റീറ്റെയിൽ വിപണി വിധത്തിൽ സ്ഥിരതയാർന്ന ഇടിവ് കണ്ടതോടെ കമ്പനിയുടെ ഫെസ്റ്റീവ് സീസൺ പെർഫോമൻസും വളരെ കുറവായിരുന്നു. കമ്പനിയുടെ ഉയർന്ന ഇൻസെന്റീവുകളുണ്ട്, അത് കുറയാനും സാധ്യതയുണ്ട്. അടുത്തായി ഹുണ്ടായി മോട്ടോകോർപ്പ്. 2024 ഒക്ടോബർ 22 ലിസ്റ്റ് ചെയ്ത ഹുണ്ടായി മോട്ടോർ നിലവിൽ അതിന്റെ IPO വിലയായ 1,750 രൂപയ്ക്ക് താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. ജനുവരി 1 മുതൽ കമ്പനി വിലവർധന പ്രഖ്യാപിച്ചതോടെയാണ് ഹുണ്ടായി മോട്ടോർ ഓഹരികൾ ഇടിയാൻ തുടങ്ങിയത്. ഹുണ്ടായി മോട്ടോകോർപ്പ് 2024 സെപ്റ്റംബർ അവസാനിച്ച പാദത്തിൽ ഏകീകൃത അറ്റാദായത്തിൽ 16% ഇടിവ് രേഖപ്പെടുത്തി. അത് 1,375 കോടി രൂപയായിട്ടുണ്ട്. കൺക്ലൂഷനിലേക്ക് കടക്കാം. കൺക്ലൂഷൻ: 2025 ബഡ്ജറ്റ് വാഹനങ്ങൾക്കും വെഹിക്കിൾ കോമ്പോണൻസിനുമായുള്ള GST ക്ലാസിഫിക്കേഷൻ ലളിതമാക്കുകയും ഗ്രീൻ ആൾട്ടർനേറ്റീവ്സ് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹൈബ്രിഡ് വെഹിക്കിൾസിന്റെ GST കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുത്താനും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും EV മാനുഫാക്ചേഴ്സിലേക്കുള്ള റീഫണ്ട് പ്രൊസീജിയേഴ്സ് കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷ. ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് ബിസിനസ് എഫിഷ്യൻസി, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻഡസ്ട്രി ഗ്രോത്ത് ഇവയൊക്കെ വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. 2025 ബഡ്ജറ്റിൽ ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി ഇലക്ട്രിക് വെഹിക്കിളിൽ ഗവൺമെന്റിന്റെ ആ ഒരു അറ്റൻഷനിൽ നിന്ന് ബെനഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ് വളരുന്ന EV പോർട്ട്ഫോളിയോയും ശക്തമായ JLR വീണ്ടെടുക്കലും കൊണ്ട് ദീർഘകാല വളർച്ചയ്ക്ക് തയ്യാറാവുകയാണ്. വിറ്റാര ലോഞ്ച് ചെയ്തതുകൊണ്ട് മാരുതി സുസുക്കി പ്രമുഖ EV നിർമ്മാതാക്കളാകാനുള്ള ഒരു ലക്ഷ്യവും പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് വേണം പറയാം. ഹീറോ മോട്ടോകോർപ്പും ഹുണ്ടായും തൽക്കാലം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കി നിർത്താം. വെഹിക്കിൾ സെക്ടർ ഗ്രോത്ത് ലിവറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ടാറ്റ മോട്ടോഴ്സും മാരുതി സുസുക്കിയും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇനിയും ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കമൻസുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.